ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഇങ്ങനെ അടിപൊളിയായ രീതിയിൽ ഒരു നാടൻ കപ്പയും മത്തി കറി സെറ്റാക്കി എടുക്കാം. അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട എല്ലാവരും കാണാം. പുതുതായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ മറക്കില്ല. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മത്തി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഓൾറെഡി ഒക്കെ നന്നാക്കി വെച്ചു. ഇനി കപ്പയാണ് എടുത്തിട്ടുള്ളത്. കപ്പ അത് നന്നാക്കി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് വെള്ളം, ആവശ്യത്തിന് ഉപ്പും വെച്ചിട്ട് നമുക്കിതൊരു ഹാഫ് കുക്കാവണ വരെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഏകദേശം ഹാഫ് കുക്കാക്കി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ കപ്പയെല്ലാം ഊറ്റി എടുക്കാം. ഇതിലെ വെള്ളം ഒഴിവാക്കാൻ പോവാണ്. അങ്ങനെ കപ്പെല്ലാം ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി സെയിം പാത്രത്തിലേക്ക് ഞാനിതായി കപ്പ് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇനി ഞാൻ ക്ലീൻ ചെയ്ത് വെച്ച മത്തി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സവാള നീളത്തിൽ ചെറുതാക്കി അരിഞ്ഞതാണ്. അതുപോലെ 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 വലിയ ടൊമാറ്റോ, 1 സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ ഓൾറെഡി കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് പിഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മുളകിൻ്റെ കുറവ് തോന്നുന്നുണ്ട്. അപ്പോൾ 1/2 സ്പൂണും കൂടെ മുളക് പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇതൊന്നും കൂടെ കുക്ക് ചെയ്തെടുക്കാം. അത് കുക്കാകുമ്പോഴത്തേക്ക് നമുക്കിതാ ഞാൻ 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പാലാണ് ഞാൻ എടുത്ത് കൊണ്ടുപോയിരുന്നത്. ഇതൊന്ന് തുറന്ന് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഏകദേശം എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ച തേങ്ങയുടെ പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അങ്ങനെ തേങ്ങയുടെ പാലെല്ലാം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് കുറച്ച് ഞാൻ ഗ്രേവിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇനി ഇത് കടുക് പൊട്ടിക്കാൻ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കടുക്, ഒരു 3-4 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ അടിപൊളി കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്. ഇവിടെ കൂട്ടി കഴിക്കാനുള്ള അടിപൊളി കോമ്പിനേഷൻ എന്താ പറയുക, ചപ്പാത്തിയാണ്. ചപ്പാത്തി മത്തിയും പുളി, ഒരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ വാവ്, സംഭവം സൂപ്പറായിരിക്കും. പക്ഷേ ചപ്പാത്തി ഇല്ലെങ്കിൽ നമുക്ക് ഇത് മാത്രം തന്നെ ഇങ്ങനെ കൂട്ടി കഴിക്കാം കട്ടൻ ചായ വെച്ചിട്ട്. പക്ഷേ ഇതിൽ ഏറ്റവും ടേസ്റ്റ് എന്താ പറയുക, ഇത് രാവിലത്തേക്കാണ് ഈ കറീൻ്റെ അടിപൊളി ടേസ്റ്റ്. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചതുകൊണ്ട് തന്നെ ഇത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം ഞാൻ ഇന്ന ലഞ്ചിനാണ് കൂട്ടി കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ചോറ് കഴിക്കട്ടെ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.